പീതാംബര, ഞാൻ വടക്കം ഭാഗത്ത് പിരിവെടുത്തതിന്റെ കണക്കെന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ ശരിയാ. പെങ്ങളെ, കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000 ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ ചെലവായി പോകും. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ. എന്റെ വീട് പണിയൊന്ന് തീരും. ഓടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 2,42,000 കൂടെ ഇതുകൂടി ആകുമ്പോ 2,50,000. കറക്റ്റല്ലേ? കറക്റ്റല്ലേന്ന്? കറക്റ്റല്ലേ? ആ കറക്റ്റടാ പന്നിന്ന്. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? പിന്നെ ഉഷാറല്ലേ? ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ഒരു കുപ്പിയോ? ആ, ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കി ഓക്കെ. ഒരു ഗ്ലാസാ? അച്ചേട്ടാ, അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണവും പണവും കാണുന്നില്ല. എല്ലാം പോയടാ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടങ്ങളുവാ. ഇത് ആരോടൊക്കെ സമാധാനം പറയണം? ഈശ്വര, ഇതാരാ ഈ ചതി ചെയ്തത്? നീ ജയിച്ചു എന്ന് വിചാരിക്കണടാ. നിനക്ക് ഇതിനു പകരം നല്ല അസ്സന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. അപ്പുവാ ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ. വലിയ ചതിയായി പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുന്നു ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം. പിന്നെ പോലീസുകാർ തെളിയിച്ചോളും. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലേണയുടെ അടിയിലിരുന്ന് താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ. അല്ലെങ്കിൽ തന്നെ ഉത്സവ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയാനാ? നിങ്ങൾ അണ്ണനും തമ്മിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 2,50,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അറിവിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നേ. അമ്പലത്തിലെ കാശെടുത്തവൻ പലിശ കൊടുത്തോണം. പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാ. ക്ഷമിക്കുന്നതിനൊരു അതിലൊക്കെ ഉണ്ട്. വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യൂടാ? കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറയാൻ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി അച്ചുവേട്ടനെ കുറിച്ച് ഇന്നേവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല്ലേ. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടായിരിക്കോടാ. നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും ഉണ്ടായി. കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റി വിടുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞത് ശരിയാ. അതെ. അച്ചു ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനാ? കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിന് സമാനം പറഞ്ഞു ഒക്കൂ. അച്ചുവിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ. ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാർ കൊടുത്ത കാണിക്കയാ. അതേ തൊട്ട് കളിച്ചാ നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ, നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ.
ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഉരുപ്പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്ക. പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പുണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്. ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில் ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா, வாங்கடா. போ போ. அக்கா, முத்துச்சாமி அழகா வாசிக்கிறேன். அண்ணா லட்டு. சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்கடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை இவங்க எனிமி அப்பு. முடிங்கடா. അമ്മാതി, ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. അയ്യോ വിടടാ, ഓന്തിടാ എല്ലാരും. അപ്പു
ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா கண்ணு தெரியாதா? பக்கத்து பாடா. അപ്പൂണ്ണ വണക്കണ്ണ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നടക്ക്, നടക്കങ്ങട് കേറ്. നീ ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. വാടാ പട്ടിന്നാ ദേ കൊരച്ചു. കുരയ്ക്കും പട്ടി കടിച്ചു പറിക്കുമെന്നാണ് പ്രണാമം. ഐശ്വര്യമുള്ള പല്ല്. പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴിൽ സംസാരിച്ചത്. തമിഴാ? മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പു ഞാനും തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തികച്ചും വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോരും, ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങും. മാമാ കുടിയോ? മാമാ സീക്കിരം കുടിയോ? ടാറ്റാ. ഇറങ്ങി വന്നി. എന്താണ് എന്താണിത്? ഇത് തമിഴാണല്ല. തമിഴാണാ? ഇങ്ങെടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കയ്യ. അവിടെ നിൽക്ക്. തമ്പി ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. அப்படியா? ഞാൻ മിണ്ടൂല. டேய் படிக்க தெரிஞ்சவர் யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு. அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു, നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം.
കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാറിന് നിങ്ങളുടെ കൈ 50,000 വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ, എടാ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ടു കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇതിൽ ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ, അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി തുടങ്ങിക്കോ. ഒന്നൂടെ ചവിട്ട്, ഇങ്ങോട്ട് മാറ്. എന്റെ കവചകുണ്ടലം പോയി, എന്റെ പോയി. കിട്ടിയാ? ഇട്ടോ? വാ, വാ, പോകാം. വാ, വേഗം വാ, പോവാം, വേഗം വാ. നോക്കിയേ, പണയപ്പണ്ടം മുഴുവൻ അവളെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ. വേഗം കേറിക്കോ. പീതാംബര, വണ്ടി എടുത്തോ. അവനൊരെണ്ണം കൊടുത്തേര്. വണ്ടി വെള്ളപ്പ അവന് കൊടുത്തു. ഒരു 10 മാസത്തിലേക്ക് അവിടെ ഒരെണ്ണം കൊടുത്തേ.